നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ആദ്യം ഇതിനൊരു മസാല പുരട്ടണം. അതിനുവേണ്ടി ഞാനിവിടെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ പിരിയമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഈ ചിക്കനിലെ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കണം. ഈ മസാല പുരട്ടിയ ചിക്കൻ നമുക്കൊരു 1/2 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. ഈ ചൂടായി വരുന്ന എണ്ണയിലോട്ട് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, അധികം മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഒരു വശം മൂത്തിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയിൽ നിന്ന് എടുക്കാം. അതുപോലെ ബാക്കിയുള്ള കഷ്ണങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിനു വേണ്ടിയുള്ള മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഈ ചൂടായ പാനിലോട്ട് ആ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു 3 സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു 4-5 പിരിയൻമുളകും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് ചൂടാക്കുകയൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഈ മസാല ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിന് ഈ കുരുമുളക് പൊടിയും അതുപോലെ 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പിരിയമുളകാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഈ മസാല മൂപ്പിച്ചെടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് പാത്രം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണ്ടവരെ അതിനനുസരിച്ച് എരിവ് ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ തീയിൽ നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ കിടക്കണം, എന്നാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. അതുപോലെ ഇത് ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.